ഹായ് ഗായ്സ്. അപ്പോൾ നമ്മളിന്ന് മറ്റേ ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ള ഇറ്റലിയിലെ ഗൈസ്, അപ്പോൾ നമ്മൾ ആ ഇറ്റലിയിലേക്ക് പോകണം ഗൈസ്. അപ്പോൾ നമുക്ക് അവിടേക്ക് പോകാം. അവനിതാ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവൻ്റെ കൂടെ പോകാം. അവിടെ ഒരു ഹിഡൻ സ്പോട്ട് ഉണ്ട് കേട്ടോ, നമ്മൾ അങ്ങോട്ടാണ് പോകണത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമ്മൾ അവിടെ എത്തണ വരെയുള്ള വീഡിയോ വരെ എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി റിപ്പയർ ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇവിടെ കയറാട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റിപ്പയർ ആവത്താ. അതിൻ്റെ ഇടക്ക് ഏതൊരു സിവിക്ക് കയറ്റി, സിവിക്കാണ് നല്ല ലുക്ക് ഉണ്ടല്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിൽ ഇതെന്ത് കയറ്റാൻ പറ്റാത്തത്. അതർവ് നട്ടേക്കൻ്റെ പേര്. അപ്പോൾ ഇനി എവിടെയെന്ന് വെച്ചിട്ടുണ്ട്, ഞാനിവിടെ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അതാ സിവിക്ക് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ ഇത് കയറ്റാൻ പറ്റില്ല കേട്ടോ ഗൈസ്. അതാവന് അതിരവ് എത്തിണ്ട് ഗൈസ്. അപ്പൊ നമുക്ക് നേരെ നമ്മൾക്ക് റോഡ് പിടിച്ചേക്കാം. ഇത് ഏതൊക്കെ ഒരു പഴയ BM ഉള്ളേക്കണെന്ന് തോന്നുന്നു ഗൈസ്. അതിന് റിപ്ലൈ ഇത് ഫ്രണ്ട് റിക്വസ്റ്റ് അടിച്ചു തന്നെ നമുക്ക് മാപ്പ് നോക്കാം ഗൈസ്. അപ്പം നമ്മുടെ ഇറ്റലി വരുന്നത് ഇവിടെ ആയിട്ടാണ്. നമ്മളെ ഇറ്റലിയുടെ നമുക്ക് ഇഡൻ സ്പോട്ട് കാണുന്ന ഇവിടെയാണ് ഗൈസ്. അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, കുഴപ്പമില്ല, നമുക്ക് പോയേക്കാം ഗൈസ്. അപ്പോൾ അവന് എവിടെയെന്ന് ചോദിക്കോട്ടോ. അതാണ് ഓന് നമ്മൾ നോക്കൂല. ഇനി ഇവിടെ കാത്തിക്കണ്ട ഗൈസ്, കുറച്ചേരം നിൽക്കാം. അപ്പോൾ നമ്മൾ ഓനോട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓന് അതാ വരുന്നുണ്ട് കേട്ടോ, ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഓന് വരും. അതാ അവൻ അങ്ങോട്ട് നിൽക്കണം. അവൻ എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്, ബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ അവന് വരുന്നുണ്ടോ നോക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ അവൻ വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാം ഗൈസ്. ഗൈസ്, നമ്മുടെ വണ്ടിക്ക് നല്ല പവറാണ്. ഓൻ്റെ വണ്ടിക്ക് നമ്മുടെ രണ്ടുപേരും വണ്ടി ഒരു HP തന്നെ തോന്നുന്നു. 700 എത്ര ഉണ്ട് സംതിങ് HP ആണ് ഓൻ്റെത് ഇൻ്റെത് ഗൈസ്. പക്ഷെ എൻ്റെ വണ്ടിയാണ് നല്ല പവറിൽ പറപ്പിച്ച് വിടുന്നുണ്ട് കേട്ടോ. പക്ഷെ ഓൻ്റെ വണ്ടി കാണാനല്ല, അതാ ബാക്കിൽ മെല്ലെ മെല്ലെ വരുന്നുണ്ട്. നമുക്ക് സ്ലോ ആക്കി എടുത്തിട്ടുണ്ട്. ആ കയറിപ്പോട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇടാം. ഓനെ വെട്ടിച്ചാലേ ഗൈസ്, പറപ്പിച്ച് വിടാം കേട്ടോ. മറ്റേ ടോളൊക്കെ കൊടുക്കാൻ ഇവിടെ, അതൊന്നും നമുക്ക് പ്രശ്നമില്ല. ക്യാഷ് നോ വറി. അപ്പോൾ അവനെ സ്ലോ ആക്കി നമുക്ക് പറപ്പിച്ച് വിടാം ഗൈസ്. അപ്പോൾ അവനെ വെട്ടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് മിസ്സിനായിട്ട് പോണ് പറപ്പിച്ച് കിട്ടുന്നുണ്ട്. ഒന്നും നോക്കില്ല ഗൈസ്. പിടിച്ചിടിച്ച് ഗൈസ്, ജസ്റ്റ് മിസ്സിനായിട്ട് പോയത്. അതന്നെ കൊണ്ട് ഇടിച്ചിരുന്നു. അതൊന്നും കുഴപ്പമില്ല ഗൈസ്. ഇവിടെ 2 വണ്ടി എടുക്കണ്ടല്ലോ. വണ്ടി എന്തോ ഇടിച്ചിട്ട് എന്തോ പ്രശ്നത്തിൽ എടുക്കാണ്. അപ്പോൾ നമുക്ക് നേരെ പോകാം ഗൈസ്. അവനൊന്ന് സ്ലോ ആക്കിയിട്ട് വിളിച്ചു നോക്കാം. അവനവിടെ എത്തി. അവന് വളവ് കഴിഞ്ഞിട്ട് മെല്ലെ വരണല്ലോ. നമുക്ക് മെല്ലെ മെല്ലെ പോകാം കേട്ടോ ഗൈസ്. അപ്പം ഇനി മാപ്പ് നോക്കട്ടെ. അവന് എത്താറായിട്ട് ഇവന് മെല്ലെ വരണം കേട്ടോ ഗൈസ്. അപ്പോൾ അയ്യോ, ഇവിടെ കൊണ്ട് ചെറുതായിട്ട് അടിച്ചാൽ അതൊന്നും പ്രശ്നമില്ല. നമുക്ക് ഒന്നും കൂടി ഒന്ന് മാപ്പ് നോക്കിയേക്കാൻ വേണ്ടി എത്തി നോക്കാം. അടുത്തെത്തിക്കണ്. നമുക്ക് മെല്ലെ മെല്ലെ പോകാം. അവിടെ നിന്ന് പറപ്പിക്കാല്ലേ. ബാക്ക് നോക്കട്ടെ, ചിലപ്പോൾ ബാക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ ബ്രേക്ക് അടിച്ചെടുത്തിട്ടെ. ആ വണ്ടി പറന്ന് പോണുണ്ടല്ലേ. ഇപ്പഴാ മനസ്സിലായി ഓനവിടെ തെറിച്ച്. ഓനവിടെ വീണ് തെറിച്ച്. എൻ്റെ മോനെ ഗൈസ്, അവനവിടെ ഇടിച്ചു വീണിക്കാണ്. അയ്യോ, അവനവിടെ ഇടിച്ചു.
ഗൈസ് നമുക്ക് പോകാം. ഇവിടെ ഇപ്പൊ നമുക്ക് നേരെ പോകാം. ഇങ്ങനെ വളക്കാട്ടോ ഗൈസ്. ഇപ്പൊ ഞാനിത് കയറിക്കണത് റൂം ഇട്ടിട്ടൊന്നല്ല, പബ്ലിക് റൂമിലാണ്. അപ്പോ നിങ്ങൾക്ക് കയറണമെങ്കിൽ പറഞ്ഞാൽ മതി. എൻ്റെ ഫ്രണ്ട് വല്ല ആണെങ്കിൽ എന്നോട് പറയാ, കമന്റ് ഇട്ട് കഴിഞ്ഞാല് എൻ്റെ ID നിങ്ങൾക്ക് തരാം. അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഞാൻ ഇതാക്കി തരാം കേട്ടോ. നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീഡിയോയിൽ എൻ്റെ ID. അപ്പൊ നിങ്ങൾക്ക് ഫ്രണ്ട് ആവണമെങ്കിൽ ഫ്രണ്ട് ആവാം. അപ്പോൾ നമുക്ക് നേരെ ജസ്റ്റ് മിസ്സോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് സ്പീഡ് വിടാട്ടോ ഗൈസ്. അവൻ ബാക്കിൽ കത്തിച്ച് വിടുന്നുണ്ട്. നമ്മള് ഓൻ്റെ കാട്ടും പവറുള്ള വണ്ടിയാന്ന് തോന്നുന്നുട്ടോ, അറിയില്ല. ഇവിടെ ഈ ഗുഹ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വലിയൊരു നീളമുള്ള ഗുഹയാണ്. അപ്പൊ നമുക്ക് നേരെ പറപ്പിച്ച് വിടാം. നേരെ പോട്ടെ. പറപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിവിടെ എത്തിയിട്ട് നമുക്ക് വണ്ടി ബ്രേക്ക് കുടിച്ചിട്ടൊന്നും കിട്ടണില്ല. നമുക്ക് ഡ്രിഫ്റ്റ് ഇടേണ്ടി വരും. ഡ്രിഫ്റ്റ് ഇട്ടെന്ന് അവനെവിടെ, അവനെ കാണാനല്ലോ. നമുക്ക് വണ്ടി ശരിയാക്കിയിട്ട് നോക്കാം. ഇവിടെ അല്ലേ ഒരു ഇതെടുക്കണ്, റാം അല്ലേ, ഡ്യൂപ്ലിക്കേറ്റാ. നമുക്ക് വണ്ടി റിപ്പയർ ചെയ്തിട്ട് നമുക്ക് വണ്ടി ഇനി ഇവിടെ നിർത്താം. അവനെ നോക്കുമ്പോ നല്ല എത്തണുള്ളൂ. അപ്പൊ നമുക്ക് വണ്ടി ഇവിടെ നിർത്താം. വണ്ടിയുടെ ലുക്ക് പെടയുണ്ട്, പക്ഷെ അത്ര ലുക്കില്ല, എന്നാലും കുറച്ചൊക്കെ ലുക്കുണ്ട്. അപ്പൊ എന്തൊരു സൗണ്ട് കേൾക്കണ്ടല്ലോ ഗൈസ്. പിന്നെ കൊണ്ട് ഇടിച്ചിട്ട് രണ്ടാമത്തെ വട്ടാണ് കൊണ്ട് ഇടിക്കണത്. അവിടെ കൊണ്ട് ഇടിച്ച് അവനോട് പോയി. ഇവിടെ എന്തിട്ടാ ആള് റിപ്പയർ ആക്കാൻ പോയി വന്നിരുന്ന്, പക്ഷെ കൊണ്ട് ഇടിച്ച്. അതാ ഡ്രിഫ്റ്റാണ്. ഇതെനിക്ക് ഇതന്നെ പണി. നമുക്ക് നേരെ പോകട്ടെ ഗൈസ്. നേരെ വിടാ. നേരെ പോട്ടെ. ഇവനെന്താ വരാത്ത? വരുന്നുണ്ട്. നമുക്ക് പോകാട്ടോ. ഇവനെന്താ വരാത്ത? എത്തിണ്ടിട്ടാ, നമുക്ക് പോകാം. പറപ്പിച്ചു വിടാ. ജസ്റ്റിസ് പറപ്പിച്ചുവിടാ. അങ്ങോട്ട്. ഇതാണ് ഇതിന്റെ പ്രശ്നം കേട്ടോ. അപ്പൊ ഇത് കുറച്ച് വലിയ വീടാണ്. കട്ടാക്കാന് കണ്ട് തോന്നിയില്ല. വഴിയൊക്കെ നിൽക്കണ്ട് കാണിച്ചു തരാൻ വിചാരിച്ച്. ഹിഡൻ സ്പോട്ട് അല്ലേ, അപ്പൊ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കട്ടാക്കാണ്ട് നല്ല ലെങ്ത്തിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ? അപ്പൊ നമുക്ക് നേരെ അയ്യോ ബാലൻസ് ഇട്ടില്ല. ജസ്റ്റ് ഇടിച്ച്. ഇതാണ് ഈ വണ്ടിയുടെ കുഴപ്പം. നല്ല സ്പീഡുണ്ടായി കഴിഞ്ഞാൽ ഇതാ പ്രശ്നം കേട്ടോ. അവൻ ബാക്കിലുണ്ട്. നമുക്ക് നേരെ പോയേക്കാം. ഇവിടെ നല്ല വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് കേട്ടോ. അത്രണ്ട് വലിയതൊന്നല്ല, നല്ല ചെറിയത്. ഇടിച്ചില്ല ഗൈസ്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് നമ്മള് പ്രോ ഡ്രൈവർ. നമുക്ക് ഇങ്ങോട്ടാണ് പോവാള്. ബ്രേക്ക്. എന്താണ് അവൻ വരെ കാത്തിക്ക. അവൻ എത്തിൻ്റെ കേട്ടോ. അവരിന് മാപ്പ് നോക്കുമ്പോ ഇവിടെയാണ് ഇതില്. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ വണ്ടി ആകെ ചളിഞ്ഞു പൊടിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇതെന്തായാലും ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ അവനോട് വണ്ടി റിപ്പയർ ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അത്ര ഇതില്ല, പിടുത്തല്ല. അതുകൊണ്ട് റിപ്പയർ എന്നൊക്കെ എഴുതിക്കണില്ലേ. അപ്പൊ ഗൈസ് അവൻ എത്തിയിട്ടുണ്ട്. ഞാൻ എൻ്റെ വണ്ടി റിപ്പയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഓനെ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ വണ്ടി റിപ്പയർ ചെയ്തിട്ട് വരാം. വണ്ടി ഇടിച്ച്. അതൊന്നും പ്രശ്നമല്ല. നമുക്ക് വണ്ടി റിപ്പയർ ചെയ്യാനല്ല പോണത്, അതുകൊണ്ട് പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് വണ്ടി നേരെ റിപ്പയർ ഷോപ്പിൽ കൊണ്ടുപോവാ. പറപ്പിച്ചിട്ടുണ്ട്. നമ്മള് വണ്ടി ഇടിക്കണം നോക്കിയില്ല. വണ്ടി അല്ലെങ്കിൽ ഇടിച്ചിട്ട് തയ്ക്കണം, അതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടി സ്പീഡ് വിടാം.
ഫുൾ സ്പീഡിലാണ്. അയ്യോ ജസ്റ്റിസ് ആ മരത്തും കൊണ്ട് ഇടിക്കണ്ടായിരുന്നു. ജസ്റ്റിസിനോട്ട് പോയത് അതോ പിന്നെ ചെറിയൊരു ഷോർട്ട് കട്ട് പിടിക്കാൻ നോക്കിയതാ കേട്ടോ. ഇവിടെ മൊത്തം മലയും വളവൊക്കെയാണ് ഗൈസ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നു. ഇങ്ങോട്ട് പറയും, ഞാൻ ഒരു കോയിൻ കാർ എടുത്തിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് കുറയില്ലേ, ഏതോ ഒരു കാലത്ത് എടുത്തൊരു ഇട്ടൊരു വീഡിയോ ആണ് ആ BMന്റെ. ആ അക്കൗണ്ട് ആണെങ്കിൽ സെക്കൻഡ് അക്കൗണ്ട്, അത് വേറെ അക്കൗണ്ടാ. അപ്പോൾ ഇതിലൊരു കോയിൻ കാർ ഒരു കുറച്ച് അത്ര ഉണ്ടെന്നില്ല, ഒരു 2500 ഉള്ളിലുള്ള ഒരു കോയിൻ കാർ ഏതാ എടുക്കണ്ടെന്ന് വെച്ചാൽ പറയും. BM M4 കോമ്പറ്റീഷൻ ഉണ്ട്, അങ്ങനത്തെ കുറേ ലക്ഷറി വണ്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെടുക്കണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അവന് തെറ്റിയുണ്ട് കേട്ടോ, അവന് റിപ്പയർ ചെയ്യാൻ പോകുന്ന തോന്നുന്നു. നമുക്ക് അവിടെ പോയിട്ട് ഇവിടെ കാത്തിക്കണം. വേണ്ട, നമുക്ക് അവിടെ ചെന്നിട്ട് കാത്തിക്കാം. അവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞിട്ടൊക്കെ ഉണ്ടല്ലോ, എന്താ അറിയില്ല. ഇത് പുതിയ മാപ്പായ കാരണം നമുക്ക് ഇതിനെ പറ്റിയിട്ട് അത്ര ഒന്നും അറിയില്ല. അതാ പിന്നെ കൊണ്ടിടിച്ച് എന്തേലും പറ്റിയ ഇല്ല കേട്ടോ, ഒന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് മാപ്പിൽ അവനെ ഇവിടെ എത്തി നോക്കാം. അവന് അവിടെ റിപ്പയർ ഷോപ്പിലാണ്. നമുക്കിവിടെ കാത്തിക്കണം. വേണ്ട, നമുക്ക് അവിടെ ചെന്നിട്ട് കാത്തിക്കാം. നേരെ കൂടാ. ഇപ്പോൾ നേരെ അങ്ങോട്ട് കത്തിച്ചുവിടാം. അപ്പോൾ ഓന് മെല്ലെ വരുന്നുണ്ടാവും, നമുക്ക് നല്ല അങ്ങോട്ട് വിടാം. അപ്പോൾ നേരെ അങ്ങോട്ട് കത്തിച്ചുവിടാം. വണ്ടി പൊട്ടണൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സൗണ്ട് കേൾക്കില്ല. അതിൻ്റെ വോയിസിൻ്റെ പ്രശ്നമാണ്, ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമ്മളവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ, വഴിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവിടെ കാത്തിക്കുക. അവനവിടെ എത്തി നോക്കട്ടെ. അവനടുത്തെത്താറായിൻ്റെ. അവിടെ ഇല്ല. അങ്ങോട്ട് വാ. അപ്പോൾ അവനങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം വളവായ കാരണം മെല്ലെ എത്തുള്ളൂ. ഹൈവേ ഒക്കെ ആണെങ്കിൽ പറപ്പിച്ചെത്തിയായിരുന്നു, പെട്ടെന്ന് എത്തിയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് മാപ്പ് ഒഴിവാക്കാം. അപ്പോൾ ഇനി മാപ്പിലത്തെ ഇതൊന്നും ടാർഗറ്റൊന്നും ആവശ്യമില്ല, നമുക്ക് വഴിയൊക്കെ അറിയണമാണ്. ഒരു വട്ടം വന്നിട്ടാണ് നമ്മൾ ഇത് പഠിച്ചത്. ഒരു വട്ടം വന്നിട്ടുള്ളൂ, അപ്പത്തിന് നമ്മൾ ഇതൊക്കെ വഴിയൊക്കെ പഠിച്ച്. അപ്പോൾ അവൻ നമ്മളെ കൂടെ ഉണ്ട്, ബാക്കിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഒരു ഹിഡൻ സ്പോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. ചിലവർക്ക് അറിയായിരിക്കും വഴി, ചിലവർക്ക് അറിയാത്തവർക്കുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇതാണ് ഗേറ്റ്. ഒരു രാജകീയ ഫീലാണ് ഇങ്ങോട്ട് കയറുമ്പോൾ. ഇവിടെ ഇരുന്ന് ഗേറ്റൊക്കെ കൊണ്ട് തുറന്ന് അങ്ങോട്ട് കയറി വരുമ്പോൾ ഒരു രാജകീയ ഫീലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്. പെട വണ്ടിയില്ലേ ഗൈസ്, പെട വണ്ടി കണ്ടിട്ട് ഇഷ്ടമായി. അയ്യോ, ന്യൂ ടയർസ്. അയ്യോ, എൻ്റെ 6,000 രൂപ വെറുതെ പോയിട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഡോർ തുറന്ന് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ മുകളിൽ കട്ടെത്തിയത്. ഇവിടെ സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. നമുക്ക് അടിയിലേക്ക് ഇറങ്ങാം, അവന് വരട്ടെ. അപ്പോൾ അവനിവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി സൗണ്ടൊക്കെ കേൾക്കണ്ടല്ലോ. വണ്ടി അവിടെ കയറ്റാൻ പറ്റാണ്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി മാറ്റി കൊടുക്കാം. ഇവന് ഇങ്ങോട്ടേ പോണു അറിയില്ല, നമുക്ക് വണ്ടി മാറ്റി കൊടുക്കാം കേട്ടോ. അയ്യോ, 2 വട്ടം പിന്നെ റിപ്പയർ ആയോ? 4 വട്ടം. എൻ്റെ പൈസ പോയിന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് നേരെ വണ്ടി ഇവിടെ വർക്ക് ചെയ്യാം. നമ്മൾ കുറച്ച് നന്മയുള്ളവനാവട്ടെ. ചെക്കനും അവിടെ വർക്ക് ചെയ്തോട്ടെ.
വൺ വെച്ചോടം എന്നൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. നമുക്ക് അവൻ്റെ അടുത്ത് വർക്ക് ചെയ്യാം. ബാക്ക് കുറച്ച് നല്ല പോട്ടെ. അതാ പിന്നെ മുന്നിൽ കിടുന്നു. എന്താണ് വീഡിയോ നല്ല ലെങ്ത് ഉണ്ടല്ലേ? ഞാൻ ശ്രദ്ധിച്ചില്ല. വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. എന്നോടൊന്ന് ക്ഷമിക്കണം, ഞാനത് ശ്രദ്ധിച്ചില്ല, എൻ്റെ കുഴപ്പമാണ്. അപ്പോൾ ഞാനെന്ത് മെസ്സേജൊക്കെ അയക്കുന്നുണ്ട് നോക്കട്ടെ. വെച്ചോടെ മുത്തൊക്കെ അയക്കുന്നുണ്ട്. വേണ്ടടാ, നമ്മൾ മെസ്സേജ് അയച്ചെടുക്കാണ്. നമ്മൾ കുറച്ച് ഇമോഷൻസ് ഇതുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി നേരെ എടുക്കാം. ഇവിടെ ഇട്ടുണ്ട്. നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കണ്ടേ, അപ്പോൾ അതിന് നിർത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കില്ല, ഒരു ഫോട്ടോ എടുക്കണല്ലോ. ഇതിനെ കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അപ്പോൾ നമ്മൾ വണ്ടി നേരെ ഓന് ഓരോ ഇതൊക്കെ ഇട്ടുണ്ട്. നമുക്ക് നേരെ ഫോട്ടോ എടുക്കലേക്ക് കിടക്കാം. അപ്പോൾ വണ്ടിയൊക്കെ ശരിയാക്കി ഇടുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോവാണ്. അടിപൊളി സ്ഥലം, നല്ല ഇഷ്ടമായിട്ടോ. നല്ല കുറേ പൂമ്പാറ്റകളുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് നേരെ ഫോട്ടോസ് എടുക്കാം. നമ്മളെ കളർ കറക്ഷനൊക്കെ ഒന്ന് ശരിയാക്കട്ടെ. ഇവനെന്താ പുറത്തേക്ക് ഇറങ്ങാത്ത? വണ്ടി സസ്പെൻഷൻ കുറക്കട്ടെ. അവൻ്റെ വണ്ടി ഇത് സസ്പെൻഷൻ കുറക്കാൻ പറയട്ടെ. അപ്പോൾ നമ്മൾ താഴ്ത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓൻ താഴ്ത്തുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഫോട്ടോ എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഫോട്ടോ എടുക്കലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നേരെ ഇത്ര സൂമാണ്, അത്ര ഫുൾ സൂമാക്കി ഇടാം. അപ്പോൾ കുറച്ചും കൂടി ലുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നേരെ കളർ കറക്ഷനിലേക്ക് പോവുക. ഇതൊക്കെ ഫുള്ള് സെറ്റാണ്. അടുത്ത കളറിൻ്റെ കാര്യത്തിലാണ് നമ്മൾ വ്യത്യാസപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ ഇതെടുത്തിട്ട് ഫുള്ളല്ല കുറച്ചൊക്കെ മഞ്ഞിടുക. പിന്നെ ഇത് വലിച്ചെടുത്തിട്ട് കുറച്ച് വലിച്ചിടുക. എന്നിട്ടൊരു ഫോട്ടോ എടുത്താൽ മതി. കുറച്ചൊക്കെ ലുക്ക് ഉണ്ടാവും. അവനെന്തോ സസ്പെൻഷൻ പിന്നെയും പൊക്കിട്ടോ. ഇവൻ എന്തത് ഒന്നും കുഴപ്പമില്ല. നമുക്ക് ഫോട്ടോ സേവ് ചെയ്യാം. അപ്പോൾ സേവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. വണ്ടിയുടെ ഉള്ളിൽ കയറാം. ഈ വീട് നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്താലോ ഗൈസ്? ഉള്ള അഭിപ്രായം എന്താ? എക്സ്പ്ലോർ ചെയ്യാല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്പ്ലോർ എന്നുണ്ട്. അപ്പോൾ എനിക്ക് അത്ര മനസ്സിലാവില്ല. നമ്മൾ ഹൗസ് എക്സ്പ്ലോർ ചെയ്യാന്ന് ഇട്ടുണ്ട്. അപ്പോൾ ഓക്കെ ഒന്ന് വിടുവായിരിക്കും. ഓക്കെ ഇട്ടുണ്ട്. പറഞ്ഞല്ലേ, നമ്മൾ ചെക്കെന്ന് പറഞ്ഞാൽ എല്ലാതും അറിയാം. ഓൺ ചെയ്യണം, എല്ലാതും അറിയാം. പിന്നെ നമ്മുടെ ഫോണിൽ നമ്മൾ ഗ്രാഫിക്സ് എത്ര നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അൾട്രാ ഗ്രാഫിക്സ് ആണ് നമ്മൾ കണ്ടില്ലേ. ഫുൾ അടിപൊളി ഫോണൊക്കെ ആയിട്ടാണ്. പൊങ്ങച്ചം പറയില്ല, എന്നാലും അവനിത് അപ്പുറത്ത് കൂടെ കയറി. നമുക്ക് അവൻ്റെ കൂടെ കയറാം. നമ്മളുടെ സെയിം ഡ്രസ്സാണ് കേട്ടോ. അപ്പം നമുക്ക് വീടിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും നോക്കാം. അപ്പോൾ നമുക്ക്
നേരെ കയറാൻ പറ്റുന്നില്ല ഗൈസ്. അതിൻ്റെ വിഷമത്തിൽ നിൽക്കണേ ഞങ്ങൾ രണ്ടുപേരും. തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ നീ. അപ്പോൾ ഇവിടെ ഈ സ്വിമ്മിംഗ് പൂൾ ഉണ്ടല്ലേ, അപ്പോൾ നമ്മുടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാനുള്ള സ്റ്റെപ്പ് ഇങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പാണ് ഇടാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ അയ്യപ്പോൾ തന്നെ വെള്ളത്തിൽ ഇറങ്ങിട്ടോ നമുക്ക് നേരെ കണ്ട് ചെല്ലാം. ഇനി ഇവിടുന്ന് നേരെ വെള്ളത്തിൽ ചാടാം. വെള്ളത്തിൽ നിന്നാണ് സ്റ്റെപ്പ് ഇടുന്നത്. ഞാൻ അവിടുന്ന് സ്റ്റെപ്പ് ഇട്ടിട്ട് വെള്ളത്തേക്ക് ചാടാൻ വിചാരിച്ച്. അപ്പം നമ്മുടെ ഡാൻസ് നിങ്ങൾ കണ്ടോളി, അടിപൊളി ഡാൻസാണ്. അപ്പോൾ അവരെന്തിനു വിളിക്കുന്നുണ്ട്, നമുക്ക് അവൻ്റെ അടുത്തേക്ക് പോകാം ഗൈസ്. നമ്മളെ ക്യാരക്ടർ ഒരു മുട്ടയുണ്ട്, നമുക്ക് മാറ്റിയിട്ട് മുടിയൊക്കെ വെക്കണം. അപ്പോൾ അവന് വണ്ടി എന്തിനൊക്കെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു, പോവാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് ഒരു കാര്യം പറഞ്ഞാൽ CPM-ലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണിത്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സംശയമുണ്ട്, ഈ വീഡിയോ നല്ല ലെങ്ത് ആവുന്നുണ്ട് ഗൈസ്. നല്ല ലെങ്ത് ആവുണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കുറച്ച് കഴിഞ്ഞിട്ട് വൈൻഡപ്പ് ആക്കാം. കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ തന്നെ വൈൻഡപ്പ് ആക്കാം. അപ്പോൾ നമുക്ക് ഈ സ്ഥലം ഒന്ന് പോയി നോക്കാമല്ലോ. അതൊന്നും വേണ്ട, നമുക്കൊന്ന് കയറി വെക്കാം, ഇവിടെ ഒന്ന് കയറി വെക്കാം. അപ്പോൾ ഇന്ന് ഇത്ര ഉള്ളൂ. അപ്പോൾ നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതിൻ്റെ ഒരു കാര്യമുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.